നാമം മഹത്വപ്പെടുമാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ലഭ്യമായിരിക്കുന്ന വിഷയം ബാപ്റ്റിസം ബോൺ ഫ്രം എബവ് എന്നുള്ളതാണ്. സ്നാപനം ഉയരത്തു നിന്നുള്ള പിറവി എന്നതാണ്. ഒന്നാമതായിട്ട് ഈ പിറവി പുതുക്കത്തിനായിട്ടുള്ള പിറവിയാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലെ ജലത്താൽ കഴിഞ്ഞ നാളുകളിലെ അശുദ്ധികൾ അഴിക്കപ്പെടുകയും അവിടത്തേക്ക് ഒരു പുതിയ പുതുക്കം, പുതിയ ഭൂമി ഒരുക്കപ്പെടുകയും ചെയ്യുന്നത് ഇവിടെ കാണുവാനായിട്ടിടയായിത്തീരും. രണ്ടാമത്തെ ചിന്ത, ഈ അനുഗ്രഹീതമായ സ്നാപനം ഉയരത്തു നിന്നുള്ള പിറവിയായിരിക്കുമ്പോൾ ഇത് ഒരു അറിവിനേക്കാൾ അതീതമായ അനുഭവമാണ്. അറിവിനേക്കാൾ അതീതമായ അനുഭവമാണ്. നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് അങ്ങൊരു ഉപദേഷ്ടാവാണ് എന്ന് അറിയാം എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ടിടയായി. പക്ഷെ പുതുതായി ജനിക്കാനായിട്ട് യേശു കർത്താവ് അരുൾ ചെയ്യുമ്പോൾ ആ രാത്രിയിൽ തൻ്റെ അരികിൽ നിന്ന് ആ നിക്കോദിമോസ് അടങ്ങിപ്പോകുന്നതായിട്ട് കാണുവാനായിട്ടിടയായി. പക്ഷേ സുവിശേഷത്തിൽ അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും അനുഗ്രഹീതമായിട്ട് നമുക്ക് കാണുവാനായിട്ടിടയെത്തുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ വ്യക്തമായിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഇതേ നിക്കോദിമോസ് 19-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ ഇതേ നിക്കോദിമോസ് യേശുവിൻ്റെ ശരീരത്തെ അനുഗ്രഹീതമായ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ട് പൊതിയുന്ന വ്യക്തിയായിട്ട് മാറ്റപ്പെടുന്നുണ്ട്.